നിങ്ങളുടെ സ്വീകരണ മുറിയിലോ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പെട്ടിയൊക്കെ ഉണ്ടാവും വീട്ടിലല്ലേ. അതൊന്ന് തുറന്ന് പരിശോധിക്കുക. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിട്ടുള്ളവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ അവരേറ്റവും വിശിഷ്ടമായി സൂക്ഷിച്ചിരുന്ന കുറേയേറെ വസ്തുക്കൾ അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സൂക്ഷിക്കുന്ന കുറേയേറെ വസ്തുക്കൾ അവിടെ ഉണ്ടാവും. നിങ്ങൾക്കത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അമൂല്യമാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, അത് നിങ്ങൾക്ക് മാത്രമേ അമൂല്യമായിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് അത് വെറും പാഴ് വസ്തുക്കളാണ്. ചിലപ്പോൾ നിങ്ങളുടെ മുത്തശ്ശി ഉപയോഗിച്ചിരുന്ന മുറുക്കാൻ ചെല്ലം നിങ്ങളിപ്പോഴും മുത്തശ്ശിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അച്ഛൻ്റെ പേന, അച്ഛൻ്റെ കണ്ണട, അങ്ങനെ എത്രയോ വസ്തുക്കൾ ചിലപ്പോൾ വളരെ നിധിയായിട്ട് നിങ്ങൾ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ കൊച്ചുമക്കളോ അവരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരെടുത്ത് കളഞ്ഞെന്ന് വരാം, ഈ പഴയ സാധനം എന്തിനാണ് സൂക്ഷിച്ചതെന്ന് ചോദിച്ചുകൊണ്ട്. കാരണം നമുക്ക് വൈകാരികമായി അടുപ്പമുള്ള ഒന്നാണ് ഈ വസ്തുക്കളൊക്കെ. നമ്മുടെ ഓർമ്മകളാണ്, നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റുകളാണ്, അവാർഡുകളൊക്കെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ കഷ്ടപ്പാടും അത് നേടിയപ്പോഴുള്ള സന്തോഷവുമൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഒരിക്കൽ ഞാൻ എൻ്റെ കൊല്ലത്തെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ മിമിക്രിക്ക് റോട്ടറി ക്ലബ്ബ് നൽകിയ ഒരു കുതിരയുടെ ഒരു അവാർഡ്, ഇതുപോലൊരു അവാർഡ് സാധനം ഉണ്ടായിരുന്നു, ഒരു ഫലകം. അതവിടെ കാണുന്നില്ല. എൻ്റെ അമ്മ മാത്രമാണ് കൊല്ലത്തെ വീട്ടിലുള്ളത്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, എവിടെയത്? അതിൻ്റെ ഒരു കാലളയിൽ പോയിട്ട് ഞാനെടുത്ത് അത് ആ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ ഞെട്ടലായിരുന്നു എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ. കാരണം ആദ്യമായിട്ട് ഞാനത് വാങ്ങുവാൻ പോയ ഒരു സംഭവമുണ്ട്. എൻ്റെ കൂടെ എൻ്റെ അധ്യാപകൻ ജസ്റ്റ് സാറ് കുറേ കൂട്ടുകാരൊക്കെ ഒന്നിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് കോളേജ് തലത്തിലൊരു മിമിക്രിക്ക് സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഒരു 10-26 വർഷങ്ങൾ പഴക്കമുള്ള ആ സമ്മാനം എനിക്കന്ന് കിട്ടിയപ്പോഴൊരു സന്തോഷമുണ്ട്. ഒരു നിധി പോലെയാണ് ഞാനത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചത്, അതിനെ സ്നേഹിച്ചത്, അതിനെ ഇഷ്ടപ്പെട്ടത്. പിന്നീട് എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. ഞാൻ ഒരുപാട് ട്രോഫികളും മറ്റ് സമ്മാനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ അമ്മയ്ക്കത് ഒരു ട്രോഫി മാത്രമാണ്, പക്ഷേ എനിക്കത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തുവായിരുന്നു. ഒരിക്കൽ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. അയാളുടെ അച്ഛൻ അസുഖമായിട്ട് കിടക്കുന്ന ഹോസ്പിറ്റലിൽ. അച്ഛൻ്റെ മുറിയിൽ ഒന്ന് പരതിക്ക് ഒരു ചെറിയ ട്രങ്ക് പെട്ടി, ആ ട്രങ്ക് പെട്ടി അയാൾ തുറന്നു നോക്കിയപ്പോൾ പഴകി ദ്രവിച്ച കണക്കിരിക്കുന്ന ഒരു കണ്ണടയും ഒരു പ്ലാസ്റ്റിക് ഒരു കപ്പും, നമ്മുടെ പഴയ കാലത്തെ മഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മഗ് പോലുള്ള ഒരു ഗ്ലാസ്, പ്ലാസ്റ്റിക് ഗ്ലാസ്, പഴയ പിഞ്ഞാണങ്ങൾ, അങ്ങനെ നമുക്ക് തൊണ്ടു കഴിഞ്ഞ് അറപ്പ് തോന്നുന്ന കുറേയേറെ വസ്തുക്കൾ അതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ മുറിയിൽ വൃത്തിയാക്കാൻ കയറിയതാണ് അയാൾ ആദ്യം ചെയ്തത് ഈ സൈസ് സാധനങ്ങളൊക്കെ പറക്കി പുറത്തേക്ക് വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ട ശേഷം റൂമൊക്കെ വൃത്തിയാക്കി. കാരണം അച്ഛൻ വരുമ്പോൾ അവിടെ വൃത്തിയായി കിടക്കണമെന്നായിരുന്നു ആവശ്യം, ഡോക്ടർ പറഞ്ഞിരുന്നത്.